ഊട്ടിയിലെ മാർക്കറ്റ് കറക്കമൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ ഇത് എണീച്ചിട്ട് ഫ്രഷ് ആയിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഊട്ടി ഫുള്ള് കാണണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. നല്ല തണുപ്പായിരുന്നു ഇന്നലെ രാത്രി പോയപ്പോൾ. ഇനി ഇന്നത്തെ രാവിലത്തെ അവസ്ഥ എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ എല്ലാവരും റെഡിയായി നിൽക്കുന്നുണ്ട്, നമ്മളും കൂടി ഇറങ്ങാൻ മതിയായിരുന്നു. ഇനി താഴെ ചെന്നിട്ട് നമ്മൾ ഇന്നലെ രാത്രി കിടന്ന റൂമിൻ്റെ സൈഡിൽ നല്ലൊരു വ്യൂ ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം സ്റ്റൈലൊക്കെ നിന്ന് നോക്കി, പക്ഷെ ഒരു രക്ഷയില്ല. കാറ്റടിച്ചിട്ട് മുടിയൊക്കെ ഏതോ ഒരു കറണ്ട് അടിച്ച ലുക്കിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അന്തപ്പനാണെങ്കിൽ വല്ലാതെ അങ്ങ് സ്റ്റൈൽ ഇടുന്നുണ്ട്. വീഡിയോ എടുക്കുന്നുണ്ടെന്ന് ആൾ അറിയുന്നുണ്ട്, പക്ഷെ അറിയാത്ത മട്ടിലിങ്ങനെ നിൽക്കുവാണ്. വെയിലാണെങ്കിലും ഇതൊന്നും എനിക്ക് ബാധകമല്ലെന്നുള്ള രീതിയിൽ ഞാൻ നടന്നു പോകുന്നുണ്ട്. വിസ്റ്റൺ ടൂത്ത് എടുത്തതിൻ്റെ ഒരു പെയിൻ ഈ സൈഡിലുണ്ട്. അത് നിങ്ങൾക്ക് എൻ്റെ മുഖത്ത് നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ടാവും. അങ്ങനെ നമ്മൾ ബോട്ടിങ്ങിനാണ് ആദ്യം തന്നെ പോയത്. ഇവിടെ ഒരു 10-15 വർഷം മുമ്പാണ് ഞാൻ ഒന്ന് വന്നിട്ടുള്ളത്. ഇപ്പോൾ വന്നപ്പോൾ ഭയങ്കര വ്യത്യാസം വന്നിട്ടുണ്ട്. കണ്ടിട്ട് തന്നെ എനിക്ക് മനസ്സിലായില്ല ഏതാ സ്ഥലം എന്ന്. അങ്ങനെ നമ്മൾ ക്യൂവിൽ നിന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കാല് കുത്താൻ സ്ഥലമില്ലാത്ത പോലെ ആൾക്കാർ ഇഷ്ടംമാതിരി ഉണ്ടായിരുന്നു. എന്നാലും സാരമില്ല, വന്നതല്ലേ, നമ്മളിതൊക്കെ ആസ്വദിച്ചിട്ടേ പോവുള്ളൂ എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ എനിക്കും ഇക്കാക്കും വേണ്ടി മാത്രമായിട്ട് ഒരു ബോട്ട് എടുക്കണം എന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കൊടൈക്കനാൽ പോയ സമയത്ത് നമ്മൾ പെഡൽ ബോട്ട് എടുക്കാൻ നോക്കിയപ്പം പിന്നെ വേണ്ടെന്ന് വെച്ചു, മഴയൊക്കെ വന്നത് കാരണം. അപ്പോൾ ഇത് നമ്മൾ മിസ് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ എല്ലാവരും മക്കൾ 4 പേരും ഒരു ബോട്ടിലും നമ്മൾ വേറൊരു ബോട്ടും എടുക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു പട്ടിക്കുട്ടൻ ആരെയും മൈൻഡ് ചെയ്യാതെ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ആരും മിസ്സായി പോകരുതെന്നുള്ള രീതിയിൽ എല്ലാവരും വാലേ പിടിച്ച് നടന്ന് അങ്ങനെ അങ്ങ് പോയി. എൻ്റെ മുഖം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ചിരിക്കണോ കരയണോ എന്നുള്ളൊരവസ്ഥയിലായിരുന്നു ഞാൻ ഉള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേദനയും ചൂടും വേർപ്പും കാരണം എനിക്ക് ഇത് എൻജോയ് ചെയ്യാനും പറ്റുന്നില്ല. എന്നായിട്ട് എനിക്കിത് എൻജോയ് ചെയ്യാതെ തിരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഒരു സങ്കടമായിരിക്കും. എന്തൊക്കെ പറഞ്ഞാലും ഈവനിങ്ങിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ പൊളി വൈബായിരിക്കും. ഇപ്പം നമ്മൾ നട്ടുച്ച സമയത്ത് വന്നതുകൊണ്ടാണ് ഇത്രയും ഒരു ഇടങ്ങേറായി പോയത്. എന്നാലും മാക്സിമം ആൾക്കാർ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. വരുന്ന വഴിയിലൊക്കെ നമ്മൾ ആളുകൾ വലിയ ചെമ്പിൽ ബിരിയാണിയൊക്കെ കൊണ്ടുവന്ന് വെച്ച് കഴിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്കതിനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ റെസ്റ്റോറൻറ്റുകളിലൊക്കെ കയറിയിട്ടാണ് കഴിച്ചത്. പക്ഷേ ഈ പറയുന്നത് പോലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. സിലിണ്ടറൊക്കെ കിട്ടാൻ പ്രശ്നമുള്ളത് കൊണ്ട് ഫുഡൊക്കെ ഭയങ്കര ഇടങ്ങേറായിരിക്കും എന്നൊക്കെ വിചാരിച്ചാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതെങ്കിലും അത്യാവശ്യത്തിന് നമുക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ വെയിലും കൊണ്ട് നേരെ നമ്മൾ നടന്നു പോയത് ബോട്ടിൽ കയറാനായിരുന്നു. നമ്മൾ ആകെ കയറിയിട്ടുള്ളത് മക്കളും ഞാനും ഇക്കായി മാത്രമേ കയറിയുള്ളൂ. ബാക്കി എല്ലാവരും വെയിൽ കാരണം അത് വേണ്ടെന്ന് വെച്ച് മാറിയിരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ പോയിട്ട് നേരെ ഒരു ബോട്ട് എടുത്തിട്ട് നല്ല 2 സീറ്റാട്ടോ എടുത്തത്. എന്നിട്ട് നമ്മൾ 2 പേരും കൂടി എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ നടന്ന് നീങ്ങുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഊട്ടിയിൽ പോയി കഴിഞ്ഞാൽ ഏപ്രിൽ മാസത്തിലെ അവസ്ഥ എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മാത്രം മതി. നല്ല തണുപ്പാണ് ഈവനിങ് ആയിക്കഴിഞ്ഞാൽ. അതുപോലെ ചൂടാണ് രാവിലെ തൊട്ട് ഒരു 3 മണി 4 മണി വരെ. അപ്പോൾ അത് സഹിക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ നമ്മൾ ഏപ്രിൽ മാസത്തിൽ ഊട്ടി പോയിട്ട് കാര്യമുള്ളൂ. സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും പേടിയുള്ളൊരു സംഭവമാണ് ഈ ബോട്ടിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും നീന്താൻ അറിയത്തില്ല. വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ മുങ്ങി മരിക്കുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ എൻ്റെ മുമ്പിലുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ ഭയങ്കര പേടിയാണ്. പക്ഷേ ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഒരു പേടിയില്ലാതെ കൂളായിട്ട് ഇരിക്കുന്നതായിട്ടൊക്കെ എല്ലാവർക്കും ഫീൽ ചെയ്യും. അതെൻ്റെ പ്രശ്നമല്ല, ജന്മനാ ഞാൻ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ രണ്ടും കൽപ്പിച്ച് പെഡൽ ചവിട്ടി നല്ല കീ എന്നൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരു വിധത്തിൽ ഇങ്ങനെ ബോട്ട് മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴും മൈൻഡിൽ ഒരു പേടി ഉണ്ടായിരുന്നു, ഇത് എങ്ങനെ തിരിച്ചു വരാൻ പറ്റുമോ, നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുമോ. അപ്പോഴാണ് അറിഞ്ഞത് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കുടുങ്ങി കിടക്കുകയാണെങ്കിൽ അവരുടെ ബോട്ടുമായിട്ട് വന്നിട്ട് നമ്മളെ കൊണ്ടുവരും. അപ്പോൾ പിന്നെ ടെൻഷൻ ഫ്രീ ആയിട്ട് നമ്മൾ കുറച്ച് നേരം എൻജോയ് ചെയ്തൊന്നും പറയാൻ പറ്റത്തില്ല. ആ വെള്ളത്തിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പം സൂര്യൻ നേരെ വന്ന് തലയ്ക്കടിച്ചിട്ട് കണ്ണിനകത്തൂടെ പുക പറക്കുന്നത് കൊണ്ട് വ്യക്തമായിട്ടൊന്നും കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ക്യാമറകളിൽ ഇങ്ങനെ പകർത്തി. പിന്നെ ആയാലും നമുക്ക് സമാധാനമായിട്ടിരുന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം മക്കള് ഒരു അരയന്നത്തിൻ്റെ ഷേപ്പുള്ള ബോട്ടിൽ കയറിയിട്ട് ഇങ്ങനെ ആഞ്ഞ് ചവിട്ടുന്നുണ്ട്. 4 പേരും കൂടി മാറി ചവിട്ടിയാണ് അവർ എൻജോയ് ചെയ്തത്. 2 സീറ്റിന് 375, 4 സീറ്റിന് 575 അങ്ങനെയൊക്കെ എന്തോ റേറ്റാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഞാനത് ക്ലിയർ ആയിട്ട് വായിച്ചിട്ടില്ല. എന്നാലും ആ ഏകദേശം അത്രയും ഒരു റേറ്റാണ് വരുന്നത്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു സമയത്താണ് പോകുന്നതെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ തണൽ കിട്ടുന്നൊരു സ്ഥലം നോക്കിയിട്ട് കുറച്ച് നേരം നമ്മളവിടെ റെസ്റ്റ് ചെയ്തു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇക്ക മതി നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇക്ക പറഞ്ഞു പൈസ വസൂലാക്കണ്ടേ, അതുകൊണ്ട് വെയിൽ കൊണ്ടാലും കുഴപ്പമില്ല, കുറച്ച് നേരം നീ ബോട്ടിൽ തന്നെ ഇരുന്നോന്ന്. ഇനി ഒരിക്കലും എന്നെ ബോട്ടിങ്ങിന് കൊണ്ടുപോകരുതെന്ന് ഞാൻ പറയുന്ന വിധത്തിലായിരുന്നു ഇക്കയുടെ പെരുമാറ്റം. ഇതുകൊണ്ടൊന്നും തളർന്നു പോകുന്നവളല്ല ഈ അനീഷ എന്ന് ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. എനിക്ക് എങ്ങനെയെങ്കിലും തിരിച്ച് കരയിലെത്തിയാൽ മതി എന്നുള്ളൊരവസ്ഥ ആയതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ആഞ്ഞ്
ആഞ്ഞ് ചവിട്ടാൻ തുടങ്ങി. ചവിട്ടി എന്തായാലും സംഭവം കരയ്ക്ക് അടുക്കുന്നേ ഇല്ല. പിന്നെ ഉള്ള വെയിലെല്ലാം കൊണ്ട് പണ്ടാറടങ്ങി എങ്ങനെയൊക്കെയോ ബോട്ട് നമ്മൾ കരയ്ക്കടുപ്പിച്ചു. നമ്മൾ തിരിച്ചെത്തി കഴിഞ്ഞപ്പം ഒട്ടും വെയിറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മക്കളെ കരയിൽ നിന്ന് കൂവി വിളിച്ച് ഞാൻ അവരെയും കരയ്ക്കടുപ്പിച്ചു. അപ്പോൾ ഇന്നലെ വൈകിട്ട് നമ്മൾ ഗാർഡൻ കാണാൻ പോവാന്ന് പറഞ്ഞിട്ട് നമുക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് ഇന്ന് നമ്മൾ പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇവിടെ നമുക്ക് സ്കൂട്ടാവണം എന്ന് വിചാരിച്ചാണ് നമ്മൾ കരയിലോട്ട് കയറിയത്. എന്നാലും നമ്മുടെ പ്ലാൻ ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. നമ്മുടെ കൂടെ ഇരുന്ന ആൾക്കാർ ഈ ഒരു സാധനത്തിനകത്ത് കയറിയിട്ടുണ്ട്. കയറിയപ്പോൾ വലിയ ആവേശത്തിലാണ് പോയതെങ്കിലും അത് കറങ്ങി തുടങ്ങിയപ്പം വലിയ ഒച്ചയും വിളിയും നിലവിളിയും കൂക്കുവിളിയും ഒക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. പകുതി എത്തിയപ്പോഴത്തേന് ചില ആൾക്കാർ ബോധം കെട്ട് സൈഡിലിരിക്കുന്ന ആൾക്കാരുടെ തോളിലോട്ട് ചാഞ്ഞും കിടപ്പുണ്ടായിരുന്നു. തിരിച്ചിറങ്ങി വന്ന് തലയും കറങ്ങി കുറച്ചു നേരം ഒരു സൈഡിൽ മാറിയിരുന്നിട്ട് വാള് വെക്കണമെന്ന അവസ്ഥയിലിരുന്ന് പിന്നെ അവിടെ ഒരു 10-15 മിനിറ്റ് നമ്മൾ കളഞ്ഞിട്ട് തിരിച്ച് നമ്മൾ ഇറങ്ങിയപ്പോൾ നല്ല അടിപൊളി ഒരു ഗാർഡൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ ചെടികൾ വിൽക്കാൻ വെച്ചിരിക്കുന്നത്. അവിടെ കയറിയപ്പോൾ ചേച്ചി പറഞ്ഞു ക്യാമറ ഓഫാക്കണമെന്ന്. അപ്പം തന്നെ നമ്മൾ ഓഫാക്കി. ഈ വഴി കൂടെ നടന്നു വരുമ്പോൾ 15 വർഷം മുമ്പ് ഞാൻ വന്നപ്പോൾ ഇതുപോലൊന്നും റോഡ് കെട്ടിയിട്ടില്ല. അവിടുന്ന് ഒരു കുതിരയുടെ മുകളിൽ കയറിയിട്ട് തലയും കുത്തി വീഴാൻ പോയതൊക്കെ ഞാൻ വല്ലാതെ അങ്ങ് ഓർത്തുപോയി. ഷഹീർമോനാണെങ്കിൽ എൻ്റെ ഫ്രണ്ടിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുക. വെറുതെ അല്ല, ഭയങ്കര കുരുത്തക്കേടാണ് കേട്ടോ. അതായത് കുറേ കുതിരകൾ ആ സൈഡിൽ നിർത്തിയിട്ടില്ലേ, അതിലെ എല്ലാ കുതിരേനെയും അതിനെ തൊട്ട് നോക്കുക. തൊടുമ്പോഴത്തേനും അത് വാലിങ്ങനെ അനക്കുമ്പോൾ എൻ്റെ മേത്ത് കൊള്ളും. അതാണ് ആള് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് 2 ചവിട്ട് അങ്ങനെയെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഇല്ലാതില്ല. എന്തായാലും ആ സംശയങ്ങളൊക്കെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് നമ്മൾ നല്ലോണം വെയിലും കൊണ്ട് മുമ്പോട്ട് നടന്നു. നമ്മുടെ ഡ്രൈവർ ചേട്ടന്മാർ വല്ലാതെ നമ്മളോട് സ്നേഹം കൊണ്ടാണെന്ന് തോന്നുന്നു. നമ്മൾ എവിടെ ഇറങ്ങുന്നോ അവിടെ നിന്ന് 1 കിലോമീറ്റർ ദൂരെ മാറ്റിയിട്ടായിരിക്കും വണ്ടി പാർക്ക് ചെയ്യുന്നത്. സോ നമ്മൾ അത്രയും നടന്ന് അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഊട്ടിയിൽ നിന്ന് തിരിച്ചിറങ്ങാൻ പോവാണ്. ഈ നട്ടുച്ച വെയിലത്ത് ഇനി ഗാർഡൻ കാണാനും കൂടിയുള്ള ആരോഗ്യം ഇല്ലെന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞതുകൊണ്ട് നമ്മൾ ആ പ്ലാനിങ് ഉപേക്ഷിച്ചു. കുറച്ച് സങ്കടത്തിലായിരുന്നു ഉപേക്ഷിച്ചതെങ്കിലും സാരില്ല, നമുക്ക് ഇനി ഒരു നല്ല തണുപ്പുള്ള സമയത്ത് വന്നിട്ട് അതൊക്കെ കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ നേരെ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രെയിനിൽ കയറാന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഊട്ടിയിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ടോയ് ട്രെയിനിൽ കയറാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം അതിൻ്റെ ടിക്കറ്റ് കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുമ്പം നമ്മൾ 2 ദിവസം മുമ്പ് തന്നെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടാൽ നമുക്ക് എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ വലിയൊരു ക്യൂ ഉണ്ട്. ക്യൂവിൽ നിന്ന് കഴിഞ്ഞാൽ ഒരാൾക്ക് 4 ടിക്കറ്റ് വെച്ച് കൊടുക്കും തോന്നുന്നു. നമ്മൾ 12 പേരുണ്ടല്ലോ. അപ്പം നമുക്ക് നേരത്തെ അവിടെ പോയി ക്യൂ നിന്ന് കഴിഞ്ഞാൽ ടിക്കറ്റ് കിട്ടും. അപ്പം നമുക്ക് നൈസായിട്ട് ടോയ് ട്രെയിനും കൂടി ഒന്ന് കയറി ഇറങ്ങിയിട്ട് തിരിച്ചു പോകാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ പോകുന്ന വഴിയിൽ ഒരു സൈഡിലൊരു നല്ല വ്യൂ കണ്ടപ്പോൾ അവിടെ ഇറങ്ങിയതാണ്. പക്ഷേ എനിക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ട്. ക്യാമറയ്ക്കകത്തൂടെ അത് എത്രത്തോളം എടുക്കാൻ പറ്റിയെന്ന് എനിക്ക് ഇപ്പോൾ എഡിറ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് കേട്ടോ. ഒന്നും കാണുന്നില്ല, ഞാൻ വെറുതെ വെയിൽ കൊണ്ടതാന്നേ. എന്നാലും സാരമില്ല, നല്ല രസമുള്ള കാഴ്ചകളൊക്കെ ആ ഇറങ്ങി വരുന്ന വഴിയിലുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ പോകുമ്പോൾ മാക്സിമം എൻജോയ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രാവലർ. അവർ കുറച്ച് ദൂരെ മാറ്റിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഓടിച്ചെന്ന് അതിനകത്ത് കയറി കഴിഞ്ഞാൽ താഴോട്ട് പോയിട്ട് നമ്മൾ കൂനൂര് പോയിട്ട് അവിടുന്ന് വീണ്ടും ട്രെയിനിൽ കയറി ഊട്ടിയിലെത്തും. അപ്പോൾ ഊട്ടിയിൽ നിന്ന് വീണ്ടും നമ്മൾ തിരിച്ച് പോവും. അപ്പോൾ അതാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കേൾക്കുന്നവർക്ക് പ്രാന്തായിട്ടൊക്കെ തോന്നുമെങ്കിലും നമ്മൾ മാക്സിമം അങ്ങോട്ട് എൻജോയ് ചെയ്യുക, അത്ര തന്നെ. അങ്ങനെ ഈ മലയൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്തുണ്ടല്ലോ പല കളറിലെ പെയിൻ്റ് അടിച്ച വീടുകളും ഒരു പ്രത്യേക ഭംഗിയാണ്. എപ്പോഴും ഊട്ടിയിൽ പോകുന്നവർക്ക് ഇതൊന്നും ശരിക്കും ആസ്വദിക്കാൻ പറ്റുമോയെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ 10 വർഷങ്ങൾക്ക് ശേഷം പോയ എനിക്കാണെങ്കിൽ ഭയങ്കര ഒരു അനുഭവം തന്നെയായിരുന്നു. ഇപ്പം നമ്മൾ കാണുന്നത് റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. കൂനൂർ റെയിൽവേ സ്റ്റേഷനാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ബ്യൂട്ടി ഒന്ന് നോക്കിയേ നിങ്ങൾ, എന്താ രസം നോക്കിയേ. ഊട്ടി എന്ന് കേൾക്കുമ്പോഴത്തേനും മലയാളികളുടെ മനസ്സിൽ ആദ്യം വരുന്ന മൂവി എന്ന് പറഞ്ഞാൽ കിലുക്കം ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പ് എൻ്റെ മൈൻഡിൽ മൊത്തം കിലുക്കം മൂവിയിലെ ആ ഒരു സോങ് ഇല്ലേ, നീലവേനലിൽ, ആ സാധനമായിരുന്നു കേട്ടോ. എന്താണെന്നറിയത്തില്ല, ഭയങ്കര രസമുണ്ടായിരുന്നു. ആ ഒരു ചെടിയൊക്കെ പൂത്ത് നിൽക്കുന്ന നിങ്ങൾ കണ്ടോ. ഇതൊക്കെ ആയിട്ട് നമ്മൾ വെറുതെ വരുമോ? കുറച്ച് റീലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ കൂട്ടത്തിലുള്ളവരെല്ലാവരും പോയിട്ട് ടിക്കറ്റിന് അവിടെ ക്യൂ നിന്നിട്ട് എങ്ങനെയൊക്കെ ടിക്കറ്റ് ഒപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഫുഡിൻ്റെ കാര്യം കേട്ടോ. നമ്മുടെ ട്രെയിൻ വരുന്നത് 4 മണിക്കാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല, രാവിലെ കഴിച്ചത് മാത്രമാണ്. അപ്പോൾ അവിടെ സൈഡിലൊരു കട ഉണ്ടായിരുന്നു. അവിടെ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടായിരുന്നു,
ഉണ്ടായിരുന്നു, എഗ് ബിരിയാണി ഉണ്ടായിരുന്നു, പിന്നെ വട, ചായ, അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. അത് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിരുന്നതാണ്. അങ്ങനെ പെട്ടെന്ന് പോയിട്ട് സംഭവം വാങ്ങിക്കാമെന്ന് വിചാരിച്ചപ്പം തീർന്നു പോയി എന്ന് പറഞ്ഞു. അങ്ങനെ സങ്കടത്തിൽ നിൽക്കുമ്പോൾ മനസ്സിന് കുളിർമയേകാനായിട്ട് ഒരു ട്രെയിൻ ഇങ്ങനെ ചീറിപ്പാഞ്ഞ് വരുന്ന കണ്ടു. അപ്പം ചാടി കയറി നമ്മൾ സൈഡിൽ നിന്ന് സെൽഫിയും വീഡിയോസും ഒക്കെ എടുത്തു. നല്ല രസമുണ്ട് കേട്ടോ. ആ ട്രെയിൻ ഇങ്ങനെ വരുന്ന കാണുമ്പോഴത്തേനും നമ്മുടെ മൈൻഡിൽ മൊത്തം ഇങ്ങനെ ഒരു എന്താ പറയുക, നമ്മുടെ കിലുക്കം മൂവിയാണ് കേട്ടോ എനിക്ക് ഫുള്ള് മൈൻഡിൽ വന്നത്. വേറെ മൂവിയൊന്നും എനിക്ക് അറിയത്തില്ലാത്തതുകൊണ്ടായിരിക്കും. പിന്നെ കുറേ നേരം നമ്മളവിടെ വെയിറ്റ് ചെയ്തിരുന്നിട്ട് എന്താ പറയുക, നമ്മൾ സൈഡിൽ നേരത്തെ നിർത്തിയിട്ടിരുന്ന കണ്ടില്ലേ, ആ ട്രെയിനിലായിരുന്നു ശരിക്കും നമുക്ക് പോകേണ്ടത്. അത് അറിഞ്ഞിരുന്നെങ്കിൽ നേരത്തെ കയറി അങ്ങ് ഇരിക്കാമായിരുന്നു. എന്തായാലും അങ്ങനെയൊന്നും നമുക്ക് തോന്നുന്നിടത്തൊന്നും കയറി ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. ആ ടിക്കറ്റിനകത്ത് എഴുതിയിട്ടുണ്ടാവും കൃത്യമായിട്ട് എവിടെയാണ് നമ്മുടെ സീറ്റ് എന്ന്. അപ്പോൾ അവിടെ മാത്രമേ നമുക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. അവർ ചെക്ക് ചെയ്യാൻ വരുന്നുണ്ട് ഇടയ്ക്ക്. സോ നമ്മളങ്ങനെ നടന്നു പോയിട്ട് എവിടെയാ കയറണ്ടേന്ന് അറിയത്തില്ലാത്തത് കൊണ്ട് തിക്കും പൂക്കും ഒക്കെ നോക്കി നടന്നു പോയി എങ്ങനെയൊക്കെയോ നമ്മൾ കണ്ടുപിടിച്ച് കയറി അവിടെ ഇരുന്നു. അപ്പം ട്രെയിൻ പോകാൻ ഏകദേശം സമയമായിട്ടുണ്ട് കേട്ടോ. കയറി ഇരുന്നപ്പോഴാണ് എല്ലാവരും പറയുന്നത്, അയ്യോ പപ്സ് വാങ്ങിച്ചു, നമ്മൾ വെള്ളം എടുക്കാൻ മറന്നു പോയല്ലോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഇനി ഇറങ്ങി പോകണ്ട, പോയി കഴിഞ്ഞാൽ ട്രെയിൻ വിട്ടുപോകും, നമുക്ക് പോകാൻ പറ്റത്തില്ലെന്നൊക്കെ ഞാൻ ആകെ സീൻ ഉണ്ടാക്കി. പക്ഷേ ആരും മൈൻഡ് ചെയ്തില്ല. അന്തപ്പൻ ഓടിപ്പോയിട്ട് സിനിമ സ്റ്റൈലിൽ ഓടി വന്ന് ചാടി കയറുകയാണ് ചെയ്തത്. പിന്നെ നമ്മൾ അവിടെ ഇരുന്ന് സൈഡിൽ കയറിയപ്പോൾ തന്നെ പോകുന്ന വഴിയിൽ കുറേ പോത്തുംകുട്ടന്മാരെ കണ്ടിട്ടുണ്ടായിരുന്നു. വെറും പോത്തല്ല ഗൈസ്, കാട്ടുപോത്ത്. പക്ഷെ ഞാൻ ക്യാമറ തിരിച്ചപ്പോഴത്തേനും എനിക്ക് കിട്ടിയിട്ടില്ല ആ സംഭവം. കണ്ടു കുറേ എണ്ണം ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ സൈഡിൽ കൂടെ എന്തെങ്കിലും എടുക്കാമെന്ന് വിചാരിക്കുമ്പോഴത്തേനും അപ്പുറത്തെ സൈഡിലിരിക്കുന്ന ചേട്ടൻ തല പുറത്തോട്ട് അങ്ങ് ഇട്ട് നോക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും ക്യാമറ എടുക്കാൻ പറ്റാത്തതിൻ്റെ നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പം അയാളുടെ തലക്കിട്ടൊരു തട്ട് കൊടുത്താലോ എന്ന് പോലും ഞാൻ വിചാരിച്ചു പോയി. പിന്നെ ഞാൻ ഇപ്പുറത്തെ സൈഡിലോട്ട് നീങ്ങിയിരുന്നിട്ട് അപ്പുറത്തെ സൈഡിലുള്ള വ്യൂ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് എനിക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് കുറച്ച് വ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ കാണുന്നില്ലേ, എന്ത് രസമല്ലേ കാണാനായിട്ട്. ഇത് നമ്മൾ കയറാതെ വന്നിരുന്നെങ്കിൽ ശരിക്കും നമുക്കൊരു സങ്കടമായി പോയേനെ. നമ്മുടെ അന്തപ്പന് ഫോട്ടോമാനയുടെ അസുഖം ഉള്ളതുകൊണ്ട് കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് വല്ലാതെ അങ്ങ് പോസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് ചിരിച്ച് എന്താ പറയുക, കുറേ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു. അങ്ങനെ നമ്മൾ സമയം തള്ളി നീക്കി. ഒരു 1.5 മണിക്കൂർ യാത്ര ഉണ്ട് കേട്ടോ. ഈ ട്രെയിനിൽ ഇരിക്കുന്ന എല്ലാ ആൾക്കാരും ഉണ്ടല്ലോ, ഇവരെല്ലാം ഇങ്ങനെ ടൂറിസ്റ്റുകളായതുകൊണ്ട് ഇങ്ങനെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇവിടെ ഇരുന്ന് കൂവും, അവിടെ ഇരുന്ന് കൂവും, അങ്ങനെയായിരുന്നു. പിന്നെ തല ഇങ്ങനെ പുറത്തോട്ട് ഇട്ടിരിക്കുന്നത് അത്ര സേഫ് ഒന്നും അല്ല, കുറച്ച് പേടിച്ചിട്ടൊക്കെയാണ് ചെയ്തത്. പക്ഷെ ഇങ്ങനെ ഒരിക്കലും ആരും ചെയ്യാൻ പാടില്ല, അത് തെറ്റാണ്. കാരണം സൈഡിൽ വല്ല മരങ്ങളോ പോസ്റ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കേണ്ടത് കൊണ്ടും വീഡിയോസ് എടുക്കേണ്ടത് കൊണ്ടും നമ്മൾ കുറച്ചിങ്ങനെ ചെയ്തേ ഉള്ളൂ. തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ടും പല തെറ്റുകളും നമ്മൾ ആവർത്തിക്കുന്നത് കൊണ്ടാണ് പല അപകടങ്ങളും ഉണ്ടാവുന്നതെന്ന് നമുക്ക് തിരിച്ചറിവുണ്ട്. എന്നാൽ പോലും ചില അവസരങ്ങൾ നമുക്ക് ഒരിക്കൽ മാത്രമേ കിട്ടൂ എന്നുള്ളത് കൊണ്ട് നമ്മൾ അറിയാതെ അങ്ങ് ആസ്വദിച്ച് പോകാറുണ്ട്. എന്നാലും ഞാൻ ഭയങ്കര ഓവറാക്കി ചളവാക്കിയിട്ടൊന്നുമില്ല. പക്ഷെ ആ ട്രെയിനിലിരുന്ന മിക്ക ആൾക്കാരും ഒരുപാട് തലയൊക്കെ പുറത്തോട്ടിട്ട് കൈയൊക്കെ പുറത്തോട്ടിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇത്രയും മനോഹരമായ കാഴ്ചകളൊക്കെ പുറത്ത് നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2 വ്യക്തികൾ മാത്രം ഇതൊന്നും അങ്ങക്ക് ബാധകമല്ല എന്നുള്ള രീതിയിൽ അവരുടേതായ ലോകത്ത് അവർ വർത്താനം വരച്ചിലും ചിരിയും കളിയും ഒക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അതും കാണാനൊരു പ്രത്യേക രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ട്രിപ്പൊക്കെ അവസാനിക്കാറായിട്ടുണ്ട്. ലാസ്റ്റ് ഡാൻസ് കളിച്ച് നമ്മളത് വൈൻഡപ്പ് ചെയ്യുമായിരുന്നു. ഇതുവരെ എൻ്റെ കൂടെ കൂടാത്തവരാണെങ്കിൽ വേഗം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.